ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രൻ ദാസാറിനെ കണ്ട് അനുപമയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ കട തിരിച്ചു വാങ്ങാൻ വേണ്ടി സോപ്പ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ദാസാർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ സഹായിച്ചതുപോലെ മറ്റാരെങ്കിലും ഈ ഭൂമിയിൽ നിന്നെ സഹായിച്ചിട്ടുണ്ടോ? നിന്നെ ഞാൻ സഹായിച്ചതെല്ലാം തന്നെ എൻ്റെ അണ്ണൻ്റെ മകൾ അനുപമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ആ കട അനുപമയുടെ പേരിൽ വാങ്ങിയത് തന്നെ എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ഈ സ്വഭാവമൊക്കെ പുറത്തു ചാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നേക്കാളും വലിയ ബിസിനസ് മാനാടാ ഈ ദാസ് എന്ന് പറഞ്ഞ് ദാസാറ് കുറച്ച് ദേഷ്യപ്പെട്ട് ഇന്ദ്രനോട് സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, നിനക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമാണ് അത് അനുപമ. നീയും നിന്റെ അമ്മയും അനുപമയുടെ കാലിൽ പോയി വീഴേണ്ട അവസ്ഥ വരും. നിന്റെ അമ്മ കാര്യങ്ങളൊക്കെ അവിടേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, അത് അങ്കിളുടെ വെറും തോന്നലാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരിക്കലും അനുപമയുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വരില്ല. എന്നെ ഒരിക്കലും അമ്മ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല. ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാലും അവളുടെ കാല് പിടിക്കാനുള്ള ഗതിയൊന്നും എനിക്കും അമ്മയ്ക്കും വരില്ല. ദാസാർ പറയണേ, നിന്റെ ഒരു അമ്മ സുശീലയുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പിടിവിട്ടു പോയി. നിന്റെ അമ്മ ഇത്രയ്ക്ക് അഹങ്കരിക്കുന്നത് നിന്നെ കണ്ടിട്ടാണ്. ഇതാണ് ഞാൻ കുറച്ചു മുന്നേ നിന്നോട് പറഞ്ഞത്. ഇന്ദ്രനില്ല എങ്കിൽ സുശീലയും ഇല്ല. ഇനി നിങ്ങൾക്കിപ്പോ ആശ്രയിക്കാനുള്ളത് ദൈവം മാത്രമാണ്. ആ ദൈവം വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കിനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം ദ്രോഹങ്ങളാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും നിന്റെ അമ്മയോട് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെയാണെങ്കിൽ നിനക്കെങ്കിലും രക്ഷപ്പെടാം. സാറ് ദേഷ്യപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ദ്രന് ഒന്നും പറയാനാവാതെ ഒന്നും മിണ്ടാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഈ സമയം ചീരുവിനോട് ലതികയും ലംബോദരനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. മോളെ, നിന്റെ സുഖവിവരങ്ങളൊക്കെ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇനിയിപ്പോൾ നീ പഞ്ചരത്നത്തിലേക്കൊന്നും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോവേണ്ടതില്ലല്ലോ. അവരെ എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ലതിക പറയുകയാണ്. അങ്ങനെ ലതിക പറയാണ്, നീ ഞങ്ങളോടൊപ്പം ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയാണ്, ഞാനായിട്ട് ഒരു തീരുമാനവും എടുക്കുന്നില്ല അമ്മ. അച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചോട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ലംബോദരൻ ചോദിക്കാണ്, അല്ല വിനയൻ്റെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് വല്ല താല്പര്യക്കുറവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചീരു ഒന്നങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ലതിക പറയാണ്, അവൾ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ, അച്ഛൻ വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ ചീരു എന്നോട് ഇതൊക്കെ സംസാരിച്ച കാര്യവുമാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി 3 പേരും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രഘു വരുന്നത്. രഘുവിന് ചായ എടുക്കാൻ വേണ്ടി ചീരു അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രഘു ചോദിക്കുകയാണ്, എന്താണ് ചീരുവിൻ്റെ തീരുമാനം എന്ന് അവരോട് ചോദിക്കുമ്പോൾ ചീരുവിന് ഇപ്പോൾ വിനയനുമായി ജീവിക്കാൻ ഒരു താല്പര്യക്കുറവുമില്ല. അച്ഛൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്നാണ് ചീരുമോള് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയാണ്, അപ്പോൾ കുറച്ചുകൂടി കാലതാമസം വരുമല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ചീരുവ് ഇങ്ങനെ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ചീരുവിനെയും മക്കളെയും കാണാൻ വേണ്ടി ഇവിടേക്ക് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. ഇന്ദ്രൻ സുശീലയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഇന്ന് കടയിലേക്ക് അനുപമ വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സുശീലയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഇതിന് വേണ്ടിയിട്ടാണല്ലേ ആ തള്ള ഇവിടേക്ക് വന്നിട്ട് ഒരു മുൻകരുതൽ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്. ഇന്ദ്രൻ പറയാണ്, അതിന് അമ്മ എന്തിനാണ് ഭാനുമ്മയെ ഈ വീട്ടിലേക്ക് കയറ്റിയത്? അവളുടെ ഭാഗമാണ് ഭാനുമ്മ. അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് ഭാനുമ്മ വന്നിട്ടുണ്ടാവുക തന്നെ. അതിന് എനിക്കറിയുമോ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന്? ഞാൻ കരുതിയത് അവളുടെ കൂടെ നിന്ന് മടുത്തിട്ടാവും ഇവിടേക്ക് വരുന്നത് എന്നാണ്. സംസാരിച്ചപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, ദാസാറിനോട് ഞാൻ പറഞ്ഞതാണ് കടക്ക് ചെലവാക്കിയ 25 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. പക്ഷെ ദാസാറും അടുക്കുന്നില്ല. സുശീല പറയണ, ആരും അടുക്കില്ല ഇന്ദ്ര, എല്ലാവരും അവർക്ക് സപ്പോർട്ടായിട്ടാണ്, അവൾക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുകയുള്ളൂ. അവൾക്ക് ആ കടയും വീടും സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. നാട് വിട്ടു പോവേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എൻ്റെ കടയ്ക്ക് അധികാരം പറഞ്ഞ് അവൾ വന്നപ്പോൾ എൻ്റെ കൈ തരിച്ചതാണ്. പക്ഷേ പലതും ഓർത്തിട്ടാണ് ഞാൻ അവളെ അടിക്കാതിരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സുശീല പറയും, ഇതൊക്കെ നിന്റെ പിടിപ്പിക്കേടാണെന്ന് ഞാൻ പറയും. ഞാൻ അന്നും നിന്നോട് പറഞ്ഞതാണ് ആ കട നിന്റെ പേരിലേക്ക് ആക്കാൻ. അപ്പോൾ നീ അത് സമ്മതിച്ചില്ലല്ലോ. സാറിന് കട പണയം വെച്ചപ്പോൾ അവളുടെ ഒപ്പ് വേണ്ടി വന്നു. അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പേരിലേക്ക് ആക്കിക്കോളാന്. അപ്പോൾ ഇന്ദ്രൻ പറയണം, ഒന്നും അത്ര എളുപ്പത്തിൽ ആക്കാൻ കഴിയില്ല അമ്മേ. പിന്നെ അവൾ എന്നോട് പറഞ്ഞതാണ് ഞാനിത് ഇന്ദ്രട്ടൻ്റെ പേരിൽ എഴുതി തരാം എന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ അതങ്ങ് വിട്ടു എന്ന് പറയും. സുശീല പറയണേ, അതെങ്ങനെ? നീ അപ്പോഴത്തേക്കും അവളുടെ വശീകരണത്തിൽ വീണു കഴിഞ്ഞിരുന്നല്ലോ. നീ അവളെ കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചു. ഇത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്റെ പിടിപ്പുകേടാണെന്ന്. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, മതി അമ്മേ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത്. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുക എന്ന് പറയുമ്പോൾ സുശീല പറയണേ, അവൾക്ക് ഈ വക ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് രവി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ രവിയെ
രവിയെ ഇനി ഒരു നിമിഷം പോലും സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സമ്മതിക്കരുത്. നമുക്ക് ഇപ്പം തന്നെ ഹർഷയുടെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് അവനെ പുകച്ച് പുറത്ത് ചാടിക്കണം. നീ വേഗം റെഡിയാവ്, നമുക്ക് ഇപ്പം തന്നെ ഹർഷയുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സുശീലയും ഇന്ദ്രനും കൂടി ഹർഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം രവി ആണെങ്കിൽ പുറത്തേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഹർഷ ചോദിക്കുകയാണ്, എവിടെ കാണാവോ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നത്, അവളെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനോട് പറയേണ്ട ആവശ്യമില്ല, നീ ഇത്രയും കാലം നിനക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ ജീവിച്ചത്, ഇനി ഞാനും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം പറഞ്ഞു പോകുന്ന സമയത്ത് ഹർഷ പറയണ, അതെ നേരം വൈകി വന്നാലേ ഈ വീടിൻ്റെ വാതിൽ ഞാൻ തുറന്നു തരില്ല എന്ന് പറയുമ്പോൾ ഒരു പുച്ഛഭാവത്തോടു കൂടി രവി ഹർഷയെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. ആ സമയത്താണ് ഇന്ദ്രനും സുശീലയും സ്കൂട്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. അതോടുകൂടി ഹർഷ പറയണേ, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാവും നീ ആഗ്രഹിക്കുന്നുണ്ടാവുക. ആർക്കെതിരെയുള്ള ഗൂഢാലോചനയാടി ഇന്ന് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. എന്നെ കാണാൻ വരുന്നവരെ അപമാനിച്ചാലുണ്ടല്ലോ, നിങ്ങളെ അനുപമയുടെ വീട്ടിൽ കയറ്റി ഇരുത്തിയതിന് അനുപമയുടെ വീട്ടിൽ പോയി ഞാൻ നാണം കെടുത്തും എന്ന് പറയുമ്പോൾ, നീ അങ്ങോട്ട് ചെല്ല്, നിനക്ക് കിട്ടാനുള്ളത് അനുപമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിക്കോളും. ഒരു തവണ അനുപമയുടെ കയ്യിൽ നിന്നും കിട്ടിയത് മറന്നുപോയോ, നീ അങ്ങോട്ട് ചെല്ല്, നിന്നെ കൈവെക്കാൻ വേണ്ടി അനുപമ കാത്തിരിക്കുകയാവും എന്ന് പറയുമ്പോൾ ഹർഷ നിന്നങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രനും സുശീലയും അവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അല്ല ഇന്ദ്ര, ഞാൻ അനുപമയുടെ വീട്ടിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇവിടേക്കുള്ള വഴി മറന്നേക്കാനാണ്, പക്ഷേ നീ എന്താ ഇവിടേക്കുള്ള എൻ്റെ വീട്ടിലേക്കുള്ള വഴി മറക്കാത്തത്? ഇന്ദ്രൻ പറയണ, ഞാൻ അതിനെ നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതല്ല, നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ രവി പറയണ, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ ആണായ എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ. സുശീല പറയണ, അതിന് നീയാണോ ആണ്? ഒറ്റി ഭർത്താവില്ലാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണോ ആണ് എന്ന് ചോദിക്കുമ്പോൾ രവി പറയണം, അല്ലാതെ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറുന്നതാണോ ആണ്? രവി അങ്ങനെ ഒരു മറുപടി പറഞ്ഞതോടുകൂടി ഇന്ദ്രനും സുശീലയും തലയും താഴ്ത്തി പതറിങ്ങോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് സുശീലയുടെ അടുത്തേക്ക് ചെന്നിട്ട് രവി പറയാണ്, എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് മര്യാദയോട് സംസാരിക്കരുത് എന്നുള്ളത് നിങ്ങളോട് ഒരു തവണ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എടാ പോടാ എന്നുള്ളതൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി, അല്ലാതെ എൻ്റെ വീട്ടിൽ കയറി വന്ന് വിളിക്കണ്ട. ഇന്ദ്രൻ പറയണേ, മര്യാദകേട് നിനക്ക് കാണിക്കാമല്ലേ, എനിക്ക് പറയാൻ പാടില്ല എന്നാണോ? നീയല്ലേ അനുപമയെ എനിക്കെതിരെ ഇളക്കി വിട്ടാൽ ഇനി എൻ്റെ യഥാർത്ഥ സ്വഭാവം നീ കാണുമെന്ന് പറയട്ടോ. അപ്പൊ രവി പറയണേ, അത് കുറെ കാലമായിട്ട് ഞാനും നിന്നെ കാണുന്നതല്ലേ, എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് തന്നെ അറിയാം. ഈ ഹർഷേ, ഞാൻ നിന്നോട് DNA ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് എന്റെ ആണത്വം തെളിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് രവി പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് രവി വീണ്ടും അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറയണേ, പിന്നെ അനുപമയെ ആരും ഇളക്കി വിടേണ്ട ഒരു കാര്യവുമില്ല, അനുപമ ഒരു കൊടുങ്കാറ്റാണ്, അത് കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് ആഞ്ഞടിച്ചോളും എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സുശീലയും ഇന്ദ്രനും ഒന്ന് പകച്ചു നിൽക്കുകയാണ് രവിയുടെ ആ ഒരു മറുപടിയൊക്കെ കേൾക്കുന്ന സമയത്ത്. എന്നിട്ട് ഹർഷയെയും കൂട്ടിയിട്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്ന ശേഷം അവർ 3 പേരും കൂടി സംസാരിക്കുകയാണ്. അനുപമയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു തളപ്പിടണം, അല്ലാതെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പിന്നെ അനുപമയും ആ രവിയും തമ്മിലുള്ള കൂട്ടുബന്ധം ഇല്ലാതാക്കുകയും വേണമെന്ന് സുശീല പറയട്ടോ. അപ്പോൾ ഹർഷ പറയണേ, അങ്ങേരുടെ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ആരും അത് കാര്യമാക്കണ്ട, അങ്ങേർക്ക് വട്ടാണെന്ന് പറയുമ്പോൾ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും ഹർഷ എന്ന് സുശീല പറയണേ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്കെതിരെ എൻ്റെ ജോലിക്കെതിരെ ഇതുവരെ അനുപമ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് പോലും എനിക്കൊരു ആവശ്യം വന്നപ്പോൾ പണയം വെക്കാൻ വേണ്ടി ഒപ്പിടാനും എല്ലാം സഹായിച്ചവളാണ്. അപ്പോൾ ഹർഷ പറയണേ, അത് കട ചോദിച്ചു വന്നത് അനുപമ വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് ഉദ്ദേശിച്ചിട്ടാണെങ്കിലോ, ഇങ്ങനെ ചോദിച്ചാലെങ്കിലും ഇന്ദ്രൻ അനുപമയുടെ കൂടെ കോംപ്രമൈസിന് തയ്യാറാവും എന്ന് കരുതിയിട്ടാവും. ഇനി നമുക്ക് ആ വഴിക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ, ഇല്ല, അവൾ ഒരു കോംപ്രമൈസിനും ഇല്ല എന്നുള്ള മട്ടിലാണ് വന്നത്. അത്രയ്ക്ക് പകയായിരുന്നു. ഞാൻ രാവിലെ രവിയെ ആ വീട്ടിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടില്ലേ, അതിന്റെ ദേഷ്യം തീർത്തതാണ്. അവളുടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവളെ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് തനിച്ച് പറഞ്ഞയക്കില്ല, അവരാരെങ്കിലും അവളുടെ കൂടെ വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഇപ്പൊ തന്നെ ഒരു പരിഹാരവും ആയേനെ. അവൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഉച്ചത്തിൽ സംസാരിച്ചാൽ പോലും ഞാനല്ലേ നാണം കെടുന്നത്, അവൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് വന്നത്. സുശീല പറയണേ, രവിയും അനുപമയും തമ്മിൽ കാണാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ ഹർഷ? അവന് പണ്ട് നീ കൊടുത്തില്ല ഭ്രാന്താവാനുള്ള ഗുളിക, അതുപോലെ വല്ലതും ചെയ്ത് അവനെ റൂമിൽ പൂട്ടിയിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനൊന്നും ഇനി കഴിയില്ല ആൻറ്റി, അയാൾ രണ്ടും കൽപ്പിച്ചിട്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യാൻ മാത്രമാണ് കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഒരേ ഒരു വഴി മാത്രമുള്ളൂ, അഭിമാനിയായ ആനന്ദമാഷിനെ കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. മകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും പിന്നെ രവിയെയും അനുപമയെയും ചേർത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചോളും. അപ്പോൾ അഭിമാനിയായ അനന്തമാഷ് മകൾക്ക് ആ വീട് പോലും വാങ്ങിച്ചു കൊടുക്കാതെ
കടയും എല്ലാം ഉപേക്ഷിച്ച് മകളെയും കൂട്ടി നേരെ പഞ്ചരത്നത്തിലേക്കാണ് പോവുക. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്കിനി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലാൻ പോലും കഴിയില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല, വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഇന്ദ്രൻ തലക്കും കൈയും കൊടുത്ത് അവിടെ നിൽക്കാണ്ടോ. ആ സമയത്ത് സുശീല ഹർഷയ്ക്കും ഇന്ദ്രനോട് ഒരക്ഷരം പോലും ഒന്നും സമാധാനപ്പെടുത്താൻ പോലും വാക്കുകളില്ലാതെ അവർ രണ്ടുപേരും കൂടി ഇന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. പ്രതിഭയെയും കൂട്ടി സത്യൻ ടൂറ് പോവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ സത്യൻ പ്രതിഭയെ വിളിക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ടൂറിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രതിഭയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ദിവസത്തെ ടൂർ പാക്കേജ് ആണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അധികമൊന്നും നിൽക്കില്ല, അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് കൂടുതൽ തങ്ങുകയുള്ളൂ, 3 ദിവസത്തിലധികമൊന്നും എനിക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സത്യനും പ്രതിഭയും കൂടി ടൂറിന് പോവുകയാണ്. ബുധനും രവിയും രാഹുലും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ദുവിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോലും ഇതിന് മുൻകൈ എടുത്തത്, അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ രാഹുൽ പറയണേ, എനിക്ക് ഇന്ദുവുമായിട്ട് ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മൃദുല പിടിവാശിയിൽ തന്നെയാണ് എന്ന് പറയട്ടോ. പക്ഷേ നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കണം, എന്നിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം, അതാണ് ഞങ്ങൾക്ക് കൂടി കാണേണ്ടത് എന്ന് രവി പറയുകയാണ്. ഇത് ഞങ്ങളൊക്കെ കൂടി മുൻകൈ എടുത്ത് നടത്തി തന്ന വിവാഹമല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ സുധനും പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം രാഹുൽ എന്ന് പറയട്ടോ. അപ്പോൾ മൃദുല കുറച്ച് കടുംപിടുത്തത്തിലാണെന്ന് പറയുമ്പോൾ അത് നീ എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് സുധൻ പറയാണ്. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതല്ലല്ലോ പ്രസക്തിയുള്ളത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് നമുക്ക് വേണ്ടത്. രാഹുൽ പറയണ, അത്ര പെട്ടെന്നൊന്നും ഈ പ്രശ്നം സോൾവ് ആവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അടുത്ത എപ്പിസോഡിൽ രവി ഹർഷയോട് സംസാരിക്കുകയാണ്, നമ്മളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പിരിയാം, നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയാതെ പിരിയാം, അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് വരെ എടുക്കേണ്ടി വരും, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ DNA ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ രവി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ഹർഷ പെട്ടെന്നങ്ങ് പതറി പോവുകയാണ് കേട്ടോ. പിന്നീട് സുശീലേന്ദ്രനും കൂടി പഞ്ചരത്നത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ മാഷിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ദയയും അമ്പിളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ മാഷിനോട് പറയുകയാണ് അനുഭവം വന്ന കാര്യവും പിന്നീട് കട ചോദിച്ച കാര്യമൊക്കെ പറയുന്ന സമയത്ത് അവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി തന്നെയാണ് കേട്ടോ മാഷ് പറയുന്നത്. മാഷ് ദേഷ്യപ്പെട്ട് പറയുകയാണ്, സുശീലെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അനുപമ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ളത്, അത് നീ മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നീ പാലിക്കണം. അനുപമ ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവൾ കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഇനിയും നിങ്ങൾക്ക് പന്താടാൻ എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല, നിന്റെ അമ്മയ്ക്ക് പന്താടാൻ വേണ്ടി എൻ്റെ മോളെ ഞാൻ ഇനി നിങ്ങൾക്ക് വിട്ടുതരില്ല, നിന്റെ അമ്മയുടെ ക്രൂരതകൾ ഒരുപാട് എൻ്റെ മോള് സഹിച്ചിട്ടുണ്ട്, ഇനി അതിനൊരു അറുതി വേണം, അതുകൊണ്ട് ഇനി മേലിൽ നീ നിന്റെ അമ്മയും കൂട്ടി എൻ്റെ മുന്നിലേക്ക് വന്നു പോവരുത് എന്നങ്ങ് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രന്റെ നേരെ വിരലി ചൂണ്ടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ മാഷിന്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ മറുപടിയും ദേഷ്യവും ഒക്കെ കാണുന്ന സമയത്ത് സുശീലയും ഇന്ദ്രനും ഒന്ന് പകച്ചു പോവുകയാണ്. അങ്ങനെ അവർക്ക് ഒരക്ഷരം പോലും തിരിച്ചു പറയാനാവാതെ തലയും താഴ്ത്തി നാണം കെട്ട് രണ്ടുപേരും പോവുകയാണ്. അങ്ങനെ മാഷ് ഇനി ഒരിക്കലും അനുപമയെയും ഇന്ദ്രനെയും ഒന്നിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എൻ്റെ മോളെ സുശീലയ്ക്ക് പന്താടാൻ വേണ്ടി ഇനി ഞാൻ ഇട്ട് തരില്ല എന്ന് തന്നെയാണ് കേട്ടോ മാഷ് സുശീലയുടെ മുഖത്ത് നോക്കി പറയുന്നത്.